السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഫ്സീർ ജുസ്ഉ അമ്മയാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഖുർആനിൻ്റെ അവസാനത്തെ ജുസ് ആയ ജുസ്ഉ അമ്മ, അതിൻ്റെ അലഖ് വരെയുള്ള സൂറത്തുകളാണ്. നബ മുതൽ അലഖ് വരെയുള്ളതാണ് നമ്മൾ ഇതുവരെ പാരായണം ചെയ്തത്, വായിച്ച് മനസ്സിലാക്കിയത്. അതിനുശേഷം നമുക്ക് വായിക്കാനുള്ളത് സൂറത്തുൽ ഖദ്റാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സഹോദരങ്ങളെ, സൂറത്തുൽ ഖദർ നമുക്കൊക്കെ സുപരിചിതമായ ഒരു സൂറത്താണ്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. വർഷാവർഷം ഓരോ റമളാനിലും ആ രാവിനെ വളരെ ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചും അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ സൂറത്തിനെക്കുറിച്ചും ബഹുഭൂരിപക്ഷം ആളുകൾക്കും കേട്ടുകേൾവിയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം അതിനെ ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ് എന്നാണ്. ഇന്ന അൻസൽനാ, തീർച്ചയായും നാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് രൂപത്തിൽ അവനെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ ബഹുവചന രൂപത്തിലാണുള്ളത്, ഭാഷാപരമായി ബഹുവചന രൂപത്തിലാണ് കാണുന്നത്. അത് തഅലീമിനു വേണ്ടിയും ഏതൊരു ഭാഷയിലും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. പൊതുവെ ന എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ എന്നാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ അത് ബഹുവചനത്തിന് വേണ്ടി, അത് തഅലീമിന് വേണ്ടി, ആദരവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കാളും അഅ്ളമായ മഹത്വമുള്ളവനായ മറ്റൊരാളും തന്നെ ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഇന്ന അൻസൽന, തീർച്ചയായും നാം ഇറക്കി എന്ന രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം ആണ് ഈ ദിക്റിനെ, ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ സൂറത്തു യാസീനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരണപ്പെട്ടവരെ നാം ആണ് ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വ ആഥാറഹും, അവരെന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അവർ ബാക്കി വെച്ചിട്ട് വിട്ടേച്ചു പോയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം നാം എഴുതിയിട്ടുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം വ്യക്തമായൊരു രേഖയിൽ നാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നാം എന്നുള്ള രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മറ്റു ചിലങ്ങളിൽ അവൻ ഞാൻ എന്നുള്ള രൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ഫഅ്ബുദുനി, ആകയാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്ന് തുടങ്ങുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അറിയിക്കുന്നതാണ്. ആദ്യത്തേതാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഅലീമിനെ, ആദരവിനെ
അറിയിക്കുന്നതാണ്. ഈ രണ്ട് രൂപത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നഹ്നു നസ്സൽന, ആ രൂപത്തിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നഹ്നു എന്നുപയോഗിച്ചതും കാണാം, അതേപോലെ തന്നെ അന എന്നുപയോഗിച്ചതും സഹോദരങ്ങളെ കാണാവുന്നതാണ്. ഈ സൂറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാമാണ് അതിനെ ഇറക്കിയത് എന്നാണ്. യഥാർത്ഥത്തിൽ അൻസൽനാഹു, ഹു എന്നുള്ള പദം പ്രയോഗിക്കുമ്പോൾ ഭാഷാപരമായി അതിന് പൊതുവിലൊരു നിയമമുണ്ട്. അത് എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് തൊട്ടു മുമ്പിൽ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണം എന്നാണ്. തൊട്ടു മുമ്പിൽ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് അതിലേക്ക് മടങ്ങുന്ന രൂപത്തിൽ ഹു എന്ന് പറയുന്ന ദമീറുകൾ, മലയാളത്തിലാണെങ്കിൽ സർവനാമം എന്ന് പറയുന്ന രീതി ഉപയോഗിക്കാറുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഇത് ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ഒരു കാര്യത്തിനെ ആയതുകൊണ്ട് അതവിടെ പ്രസ്താവിച്ചിട്ടില്ല. കാരണം ഖുർആൻ ഇറക്കി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ ആകട്ടെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം അതിനിറക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് ഖുർആനാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ ലൈലത്തുൽ ഖദർ എവിടെയാണുള്ളത്, ഏത് മാസത്തിലാണ്? അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം, ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട് അവർക്ക് നേർവഴിയായിക്കൊണ്ട് സത്യാസത്യ വിവേചനം അത് നടത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ കൂടി ജംഅ ചെയ്യുന്ന സമയത്ത്, ഒരുമിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന്റെ ലൈലത്തുൽ ഖദറിലാണ്, ശ്രേഷ്ഠതയേറിയ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇവിടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരുപാട് മസ്അലകൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ അവർക്കിടയിൽ തെറ്റായി പ്രചരിച്ചിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ലൈലത്തുൽ ഖദർ, ശ്രേഷ്ഠതയേറിയ രാവ് എന്ന് പറയുന്നത് അത് ശഅബാൻ 15-നാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ ചിലർ ശഅബാൻ 15-ന്റെ രാവിന് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ശഅബാൻ 15-ന് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം തന്നെ ദുർബലമായ ഹദീസാണ്. ശഅബാൻ 15-ന്റെ രാവിനോ അതല്ലെങ്കിൽ ശഅബാൻ 15-ന്റെ പകലിനോ മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതായി യഥാർത്ഥത്തിൽ സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അതിൻ്റെ രാവിൽ പ്രത്യേകമായ ഇബാദത്തുകൾ നിർവഹിക്കാനോ അതിൻ്റെ പകലിൽ പ്രത്യേകമായ നോമ്പനുഷ്ഠിക്കാനോ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബിദ്അത്താണ്. എന്നാൽ ഒരാൾ മാസത്തിലുള്ള 13, 14, 15 നോമ്പെടുക്കുന്ന ഒരാൾക്ക് ആ ശഅബാൻ 15-ന് നോമ്പെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ശഅബാൻ മാസം സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച മാസമാണ്. ആ മാസത്തിൽ ഒരാൾ ആ നിലക്ക് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ അത് ലൈലത്തുൽ ഖദറാണ്, അതല്ലെങ്കിൽ ശ്രേഷ്ഠതയേറിയ മാസമാണ് ശഅബാൻ 15 എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നത് അത് ബിദ്അത്താണ്, തെറ്റാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയത് അത് റമളാനിലാണ് എന്നീ രണ്ട് ആയത്തിലൂടെ, സൂറത്തുൽ ബഖറയിൽ ആയത്തിലൂടെയും അതേപോലെ തന്നെ സൂറത്തുൽ ഖദറിലെ 1-ാമത്തെ ആയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, മറ്റൊരു മസ്അല, ലൈലത്തുൽ ഖദറിലാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അത് ഖുർആൻ പൂർണ്ണമായി ഇറങ്ങിയിട്ടുള്ള മാസം അതാണോ, അതല്ല ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചിട്ടുള്ള മാസമാണോ എന്നതിൽ പണ്ഡിതന്മാരുടെ ചർച്ചകൾ കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചിട്ടുള്ള മാസമാണ് എന്നാണ്. കഴിഞ്ഞ അധ്യായം നമ്മൾ വായിച്ചത് സൂറത്തുൽ അലഖാണ്. അതിൽ ആദ്യത്തെ 5 ആയത്തുകളാണ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇറക്കിയിട്ടുള്ളത്. അപ്പൊ 5 ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദർ. അഥവാ ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചിട്ടുള്ള ദിവസമാണ് എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം സഹോദരങ്ങളെ, മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും സഹിഹായ റിവായത്തോടു കൂടി വന്നിട്ടുള്ള അഭിപ്രായമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പൂർണ്ണമായി ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പൂർണ്ണമായി 1-ാം ആകാശത്തേക്ക് ഇറക്കിയിട്ടുള്ള മാസമാണ് ഈ റമളാൻ മാസം, അഥവാ ലൈലത്തുൽ ഖദർ അടങ്ങിയിട്ടുള്ള ആ റമളാൻ മാസം എന്നാണ്. പിന്നീട് 23 വർഷക്കാലത്തിലേക്ക് അത് 1-ാം ആകാശത്ത് നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഓരോ ആയത്തുകളും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഉദ്ദേശപ്രകാരം ഓരോ ആയത്തുകളും സൂറത്തുകളും ഇറക്കുകയായിരുന്നു എന്നാണ്. ഇത് രണ്ടും പരസ്പരം എതിരായിട്ടുള്ള കാര്യമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയതും അതേപോലെ അതിൽ തന്നെ ആദ്യത്തെ ആയത്തുകൾ ഇറങ്ങിയതും ഈ ലൈലത്തുൽ ഖദറിലാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പൂർണ്ണമായി മുസ്ഹഫ് ഒരു 30 ജുസ്ഉം ഒരൊറ്റ രാവിലോ അതല്ലെങ്കിൽ ഒറ്റ ദിവസത്തിലോ ഒറ്റ മാസത്തിലോ ഇറങ്ങിയിട്ടുള്ളതല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണ് വാക്കിന്റെ അർത്ഥം? ലൈലത്തുൽ ഖദർ പണ്ഡിതന്മാർ ഇതിനും ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു ലൈലത്തുൽ ഖദർ, ഖദർ എന്ന് പറഞ്ഞാൽ ഹുവ ഷറഫ്, ഒരു ആദരവും സ്ഥാനവും ഒക്കെ ഉള്ള കാര്യത്തിലാണ് ഖദർ എന്ന് പറയാം. ഉദാഹരണത്തിന് റജുലുൻ ദു ഖദർ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയാണ് ഇന്നയാൾ എന്ന രൂപത്തിലൊക്കെ പറയാറുണ്ട്. അപ്പം ആ നിലക്ക് ഒരുപാട് സ്ഥാനമുള്ള ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നുണ്ട്. വേറെ നിലക്ക് ഖദറിന് മറ്റൊരർത്ഥം തഖ്ദീർ, നിർണയത്തിന്റെ രാവ് എന്നും ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് നിർണയിക്കുന്നത്? ആ വർഷത്ത് സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രാവിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നാണ്. സൂറത്ത് ദുഖാനിന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ബറക്കത്തുള്ള ഒരു രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം കൃത്യമായി താക്കീത് ചെയ്യുന്നുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ ദിവസമാണ് ഓരോ കാര്യത്തിന്റെയും വളരെ തത്വദീക്ഷയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വേർതിരിക്കുന്നത്, വ്യക്തമാക്കുന്നത് ആ ദിവസത്തിലാണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ലൈലത്തുൽ ഖദർ എന്നുള്ളതിന് നിർണയത്തിന്റെ രാവ് എന്ന അർത്ഥവുമുണ്ട്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള ഷറഫുള്ളൊരു രാവ് എന്ന അർത്ഥവും സഹോദരങ്ങളെ ഉണ്ട്. ഇതല്ലാത്ത മറ്റു ചില അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ലൈലത്തുൽ ഖദർ, ഖദർ എന്ന് പറയുന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്, ഹുവത്തദീഖ്, ഇടുങ്ങിയ രാവ് എന്ന അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇത്രയും ശ്രേഷ്ഠതയുള്ളൊരു രാവാണെങ്കിൽ കൂടി ഇതിന്റെ മണിക്കൂറുകൾ വളരെ കുറഞ്ഞതാണ്. ഏതൊരു രാവിനെയും പോലെ തന്നെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. പെട്ടെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു പോകും. ഈ ദിവസത്തിന്, ഈ രാവിന് എത്രയുണ്ട്? ആയിരക്കണക്കിന് മാസത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ അത് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇടുങ്ങിയ രാവാണ് അതിലുള്ളത്. അതുകൊണ്ടൊരു മുഅ്മിൻ വിശ്വാസി ഈ ലൈലത്തുൽ ഖദർ എന്ന് കേൾക്കുമ്പോൾ അത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, ആ സമയം പൂർണ്ണമായി ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ്, അതിൻ്റെ ഒരു മണിക്കൂർ പോലും കളയാൻ പാടില്ലാത്തതാണ് എന്ന ചിന്തയോടുകൂടി ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇബാദത്തുകൾ ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നിലക്കൊക്കെ പല നിലക്കും സഹോദരങ്ങളെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിറക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിനെ പണ്ഡിതന്മാർ അത് ഇസ്തിഫ്ഹാമു തഅളീം അല്ലെങ്കിൽ തഫ്ഖീം എന്നാണ് പറയുക. അതിന്റെ മഹത്വം അറിയിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്നതാണ്. എന്താണ് നിനക്ക് ആ രാവിന്റെ പ്രത്യേകത എന്നറിയുമോ എന്നാണ്. അഥവാ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയാൻ പോകുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു ആയത്താണിത്. ഇതിലൂടെയാണ് ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രാവിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? മറ്റു ചില സ്ഥലങ്ങളിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട് വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല ദിനം എന്ന് പറയുന്നത് എന്താണ് നിനക്കറിയാമോ? അൽ ഹാഖത്തു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ, ആ ഭയങ്കര സംഭവം അതെന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്. അൽ ഖാരിഅത്തു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഖാരിഅ ഘോര ശബ്ദമുണ്ടാക്കുന്ന ആ സംഭവം അതെന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ശേഷം പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്തരത്തെ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ വമാ അദ്റാക എന്ന രൂപത്തിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ വമാ യുദ്രീക എന്ന രൂപത്തിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ തൊട്ടടുത്ത ആയത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആ കാര്യത്തിന്റെ വിവരണം ഉണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ജവാബ്, അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്?
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. യൗമുൽ ഖദർ അല്ല, നിർണയത്തിന്റെ ഒരു ദിവസമല്ല, ഒരു രാവും പകലും അടങ്ങുന്ന ദിവസമല്ല അത്, മറിച്ച് മണിക്കൂറുകൾ മാത്രമുള്ള ഒരു രാത്രി മാത്രം. അതിന്റെ പ്രത്യേകതയാകട്ടെ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമ്മോട് അറിയിക്കുന്നത്. അപ്പൊ ആ മാസത്തിൽ ആ സമയത്ത് ചെയ്യുന്ന പ്രതിഫലങ്ങൾക്ക് 1000 മാസം നമ്മൾ ചെയ്യുന്ന പ്രതിഫലത്തിന്റെ അത്രയുമായിരിക്കും നമുക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറഞ്ഞ സമയത്ത് ചെയ്യുന്ന അമലുകൾക്ക് നൽകുന്ന പ്രതിഫലം അത്രയാണ്. പണ്ഡിതന്മാർ അതിനെ കണക്ക് കൂട്ടിയിട്ടുമുണ്ട്. 1000 മാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ എത്രയാണ്? 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിന് ശരാശരി ലഭിക്കുന്ന ആയുസ്സിനേക്കാളും കൂടുതലാണത്. 1000 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അല്ല. ഒരു മുഅ്മിന് അവന്റെ ശരാശരി ലഭിക്കുന്ന ആയുസ്സിനേക്കാളും എത്രയോ കൂടുതലാണത്. കാരണം ഒരു മുഅ്മിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ വയസ്സ് എത്രയാണ്? 60-നും 70-നും ഇടയിലാണ്. വളരെ കുറഞ്ഞ ആളുകൾ അത് വിട്ട് കടക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 1000 മാസം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 83 വർഷമുണ്ട്. അതിനെ നമ്മൾ കണക്കാക്കി കൂട്ടിയാൽ 83 വർഷത്തിന് മുകളിലാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വലിയൊരു ഖൈറാണത്. കാരണം ഈ ഉമ്മത്തിന്റെ ഉമർ കുറവാണ്, ആയുഷ് കുറവാണ്. കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആളുകളെക്കാളും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ ഉമർ ആയുസ് കുറവാണ്. പക്ഷേ ആ ആയുസ്സിൽ ബറക്കത്തുണ്ട്. കാരണം അവർക്കുള്ള നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുള്ള നബിയാണ്. അവർക്ക് ലഭിച്ചിട്ടുള്ള ഖുർആൻ അത് ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആയുസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് ബറക്കത്ത് നൽകിയത്? കുറഞ്ഞ സമയത്ത് കുറഞ്ഞ അമലുകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടാണ് അതിനുള്ള ബറക്കത്ത് നൽകിയത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരൊറ്റ രാവിലെ ഒരാൾ പണിയെടുത്താൽ അയാൾക്ക് ലഭിക്കുന്നത് 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അൽഫ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ 1000 അല്ല, മറിച്ച് അൽഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലാകാലം എന്നാണ്, അത്രയും ഉണ്ട് എന്നാണ്. ഏതുപോലെയാണത്? യഹൂദരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. ഒരാൾ ആഗ്രഹിക്കുന്ന, ഓരോ യഹൂദിയുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് 1000 വർഷം ജീവിക്കണം എന്നാണ്. 1000 വർഷം ജീവിക്കാതെ മരിക്കരുത് എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകളാണ് യഹൂദർ. അപ്പൊ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലൗ യുഅമ്മറു അൽഫ സന, 1000 വർഷം ജീവിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മരിക്കരുത് എന്നാണ്. 1000 അങ്ങനെ ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ 1000 വർഷം ജീവിച്ചിട്ട് 1001ാമത്തെ വർഷത്തിൽ മരിക്കാന്ന് ആഗ്രഹമല്ല അത്, മറിച്ച് മരിക്കാതെ ഈ ദുനിയാവിൽ തന്നെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായേനെന്നാണ്. അപ്പൊ ആ നിലക്ക് അൽഫ് എന്ന പ്രയോഗത്തിന് സഹോദരൻ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് കാലാകാലത്തിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. 1000 മാസത്തെ ഒന്നല്ല, അതിനേക്കാളും ലഭിക്കുമെന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ള അഭിപ്രായം നമ്മൾ ആദ്യം കേട്ട അഭിപ്രായം തന്നെയാണ്. അഥവാ 1000 മാസം എന്ന് ബാഹ്യമായിട്ട് പറയുന്ന അർത്ഥം തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ആ സമയമെത്തുമ്പോഴേക്കും പിശാച് നമ്മൾ അലസമാക്കുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇത്രയും ശ്രേഷ്ഠതയുള്ള ഈ രാവാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചെറിയൊരു സൂറത്തിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, മുസ്ലിമീങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകളുടെ അവസ്ഥ എന്താണ്? ഈ 1000 മാസം ശ്രേഷ്ഠതയുള്ള ഈ രാവിലെ ആ ഒരു രാവ് മാത്രം പണിയെടുത്താൽ മതി. അല്ല, ആ രാവ് ഏതാണെന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടി പണിയെടുക്കാൻ പറഞ്ഞതാകട്ടെ 10 ദിവസം 10 രാവുകൾക്ക് പണിയെടുത്താൽ മതി. അത് മാത്രം പണിയെടുത്താൽ ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം അത് അവസാനത്തെ 10-ലാണ് എന്നുള്ളത് സഹോദരങ്ങളെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം റമദാനിന്റെ ആദ്യത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു, മുന്നോട്ടേക്കാണ് എന്ന് അറിയിച്ചു. പിന്നത്തെ വർഷം 2ാമത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു, വീണ്ടും മുന്നോട്ടാണ് എന്ന് പറഞ്ഞു. നീ തേടുന്ന കാര്യം മുന്നോട്ടാണുള്ളത്. പിന്നീട് അത് 3ാമത്തെ 10 അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10-ലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത് എന്നറിയിക്കുകയുണ്ടായി. അതിൽ തന്നെ ഒറ്റയൊറ്റ രാവുകൾക്കാണ് കൂടുതൽ സാധ്യത എന്ന് പോലും അറിയിച്ചു. നമുക്ക് സഹോദരങ്ങളെ, ഒരു 10 രാവ് ഒരാൾ 21ന്റെ രാവ് മുതൽ ഇനി 30ന്റെ രാവുണ്ടെങ്കിൽ അത്രയും 10 അല്ലെങ്കിൽ 9 രാവ് ഒരാൾക്ക് കൃത്യമായിട്ട് അയാൾ മസ്ജിദിൽ ഇരുന്നിട്ടോ അതല്ലെങ്കിൽ ഇബാദത്തുകൾക്ക് മാറിയിരുന്നിട്ടോ ചെയ്താൽ അയാൾക്ക് ഈ പറയുന്ന ലൈലത്തുൽ ഖദർ ലഭിക്കും. ഇങ്ങനെ ഉണ്ടായിട്ടും ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും
അവർക്ക് മറ്റു പല തിരക്കുകളാണ്. ദുനിയാവിനാണ് ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ദിനരാത്രങ്ങളാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഇതേ ആളുകൾ, സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇതേ ആളുകൾ തന്നെ രാത്രി ഏതെങ്കിലുമൊക്കെ ഒരു ഫുട്ബോൾ ഇന്റർനാഷണൽ മാച്ച് ഉണ്ടെങ്കിൽ അതിന് പണം അങ്ങോട്ട് കൊടുത്തിട്ട് അതിന് അവരെന്ത് ചെയ്യും? സമയം കളയും, അല്ലേ? രാത്രി ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇവിടെ അർജന്റീന വന്നു രാത്രിയാണ് കളി എന്ന് വിചാരിക്കുക, രാത്രി 10 മണി മുതൽ രാവിലെ വരെ ഫുട്ബോളാണെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യും? അതിന് വില 5000 10,000 1 ലക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും ഫ്രണ്ട് സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് അതിനു വേണ്ടി രാവ് മുഴുവൻ ഉറക്കമില്ലാതെ അതിനെന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണം അതൊക്കെ അവർ ചെയ്യും. ഉറക്കമില്ലാതിരിക്കാൻ എന്തൊക്കെ കുടിക്കണം അതൊക്കെ കുടിക്കും, അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറാവണം, പകൽ നേരത്തെ ഉറങ്ങി ഉഷാറായി പോകണം, കാണണം, ആളുകൾ ചെയ്യുന്നതായിരിക്കും. എന്നാൽ എന്താണ് അതുകൊണ്ട് ലഭിക്കുന്നത്? ദുനിയാവിൽ പോലും ഒന്നും ലഭിക്കില്ല. ഈ പറയുന്ന കാര്യം പൈസ നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ, കേവലം ആ മണിക്കൂറുകൾ കിട്ടുന്ന ആസ്വാദനങ്ങളല്ലാതെ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കാലാകാലത്തേക്കുള്ളൊരു ആസ്വാദനം അതുകൊണ്ട് ലഭിക്കാനും പോകുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 രാത്രി ഒരാൾക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ അതിലൊരു രാവ് അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ട് നൽകുന്ന കാര്യമാണ്. അള്ളാഹു അവന്റെ വാക്ക് ഒരിക്കലും തന്നെ ലംഘിക്കുന്നവനല്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമായിട്ട് തോന്നുകയാണ്. എല്ലാ രാവും ഇരിക്കുകയെ സാധിക്കുകയില്ല. ചില ആളുകൾ അതിൻ്റെ ഒറ്റയൊറ്റ രാവ് മാത്രം പ്രതീക്ഷിക്കുന്നു, ഖൈർ തന്നെയാണ്. എന്നാൽ ചില ആളുകൾ അതും സാധിക്കുകയില്ല. അതിന് ഏതെങ്കിലും ഒരു രാത്രി മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയൊക്കെ പാഴാക്കിക്കൊണ്ട് ചില ആളുകൾ അതുപോലുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്ത്, മറ്റു രാവുകൾ എന്ത്, മറ്റു മാസങ്ങൾ എന്ത്, എല്ലാം ഒരേപോലെ തന്നെയാണ്. മറ്റു മാസങ്ങളില്ലതിനേക്കാളും കൂടുതൽ അങ്ങാടികളിൽ ഭക്ഷണം കഴിക്കുന്നതിനും അങ്ങാടികളിൽ ഷോപ്പിംഗ് നടത്തുന്നതിനും വേണ്ടിയിട്ട് സമയം ആക്കുന്നത് കാണാൻ സാധിക്കും. ഇനി സ്ത്രീകളാണെങ്കിൽ മറ്റ് മാസങ്ങളിലില്ലാത്ത രൂപത്തിലുള്ള അടുക്കളയിലെ പാചകങ്ങളും മറ്റുമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങൾ, ഇത്ര ഹൈറ് ഉണ്ടായിട്ട് പിശാച് എങ്ങനെയാണ് തന്ത്രപൂർവ്വം ആളുകളെ ആ ഹൈറുകളിൽ നിന്ന് തടയുന്നത് എന്ന് നോക്കൂ. പിശാചിന്റെ തന്ത്രം എത്ര വലുതാണ്. ഇത്രയും ഹൈറാണ്. അവൻ ഈ 10 ദിവസം പണിയെടുത്താൽ മതി. പിന്നെ ഈ പറയുന്ന ആസ്വാദനങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനുശേഷം ഷവ്വാലുണ്ട്, അതിന് മുമ്പ് മാസം ഉണ്ടായിരുന്നു, ഷഅബാൻ ഉണ്ടായിരുന്നു, ഷവ്വാൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവൻ ചെയ്യാമായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നിർബന്ധ നോമ്പില്ല. അവന് പകലോ രാവോ എപ്പോ വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം. ഇല്ല, ഈ പ്രതിഫലം ലഭിക്കുന്ന ശ്രേഷ്ഠതയുള്ള രാവ് തന്നെ നീ പാഴാക്കണം. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. മനുഷ്യരാണെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുകയാണ്. അവരത് ചിന്തിക്കുന്നില്ല. ഇത്രയും വലിയ ശ്രേഷ്ഠതയാണ് വർഷാവർഷം നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത എടുത്തു പറഞ്ഞിട്ടാണ്, അതിൻ്റെ ആ ഒരു പ്രത്യേകത പറഞ്ഞിട്ടാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള രാവത്രേ അത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ വളരെ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. നമ്മൾ മുൻഗാമികൾ സ്വഹാബികൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഓരോ റമളാൻ കഴിയുമ്പോഴും 6 മാസക്കാലത്തോളം അല്ലാഹുവേ ചെയ്ത കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം നമുക്കറിയില്ല നമ്മൾ കഴിഞ്ഞ റമളാനിൽ ചെയ്ത നന്മകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. തേടിക്കൊണ്ടേയിരിക്കുമായിരുന്നു അവർ. പിന്നീട് അത് കഴിഞ്ഞാൽ അടുത്ത റമളാനിലേക്ക് അവരുടെ ആഗ്രഹമാണ്. അത് അവരുടെ ജീവിതം തന്നെ റമളാനാണ്. ജീവിതം തന്നെ റമളാനിൽ ജീവിക്കുക എന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. പിന്നീട് ആ റമളാൻ റബ്ബെ എനിക്ക് ലഭിക്കണമേ, ആ റമളാനിൽ ഇനിയും ലൈലത്തുൽ ഖദറും ആ റമളാനിൽ ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങളും ഖിയാമുൽ ലൈലും ഒക്കെ വർദ്ധിപ്പിക്കാൻ റബ്ബെ സാധിക്കണമേ എന്നുള്ള ആഗ്രഹമായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ട, ദുനിയാവിൽ ആഗ്രഹിക്കേണ്ട ദിനരാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ അടങ്ങുന്ന ആ ദിനരാത്രങ്ങൾ എന്ന് സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. എന്നിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ ചിലത് പറയുന്നു. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമാണ്. തനസ്സല എന്ന് പറയുന്ന വാക്കിനും നസല എന്ന് പറയുന്ന വാക്കിനും വ്യത്യാസമുണ്ട്. നസല ഇറങ്ങി എന്നാണ്. തനസ്സല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നാണ്. അപ്പൊ മലക്കുകളുടെ വാസസ്ഥലം അത് ആകാശമാണ്. ആകാശത്താണ് മലക്കുകൾ ഉള്ളത്. ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവരിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളുടെ സാന്നിധ്യം പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. കാരണം മലക്കുകളുടെ സാന്നിധ്യം അത് ഏതൊരു സദസ്സിലാകട്ടെ, ഏതൊരു നാട്ടിലാകട്ടെ, മലക്കുകളുടെ സാന്നിധ്യം അത് ഖൈറും ബറക്കത്തും അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ദീനിന്റെ മജ്ലിസിൽ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസിൽ മലക്കുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. കാരണം മലക്കുകൾ ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, അവർക്ക് വേണ്ടി റഹ്മത്തിനെ കുറിച്ച് അവർ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പോയി അവർ അവിടെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് പുകഴ്ത്തി പറയും. മലക്കുകളുടെ സാന്നിധ്യം ഖൈറുള്ള കാര്യമാണ്. മലക്കുകളില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ വളരെ ഷർറുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ,
നായുള്ള വീട്ടിൽ മലക്കുകൾ ഉണ്ടാവുകയില്ല. നായെ വീട്ടിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മലക്കുകൾ ഉണ്ടാവുകയില്ല. മണിനാദം ഉണ്ടാകുന്ന വീട്ടിൽ മലക്കുകൾ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീടുകളിൽ മലക്കുകൾ ഉണ്ടാവുകയില്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട 3 തിന്മകളാണത്. അതൊരുപാട് ആളുകൾ ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പണ്ഡിതന്മാർ അതിൽ പ്രത്യേകമായി അളവ് നൽകിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ ചില ചിത്രങ്ങൾ, അതല്ലാത്ത രൂപത്തിൽ സഹോദരങ്ങളെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ വളരെയധികം അതിൽ അലംഭാവം കാണിക്കുന്നവരാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് അതിങ്ങനെ ചുമരിൽ വെക്കുക, അതല്ലെങ്കിൽ അവൻ്റെ പ്രത്യേക പേഴ്സണൽ ഫോട്ടോ എടുത്തുകൊണ്ട്, ടൂറിന് പോയ ഫോട്ടോ എടുത്തുകൊണ്ട് അതിങ്ങനെ ചുമരിൽ വെക്കുക, ഷോക്കേസിൽ വെക്കുക. സഹോദരങ്ങൾ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മലായിക്കത്തുകൾ അവിടെ പ്രവേശിക്കുകയില്ല. മലക്കുകൾ അവിടെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഒരുപാട് ഹൈറുകളാണ് നഷ്ടപ്പെടുന്നത്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ അവിടെ ചിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവർണമാവുകയാണ്, ദേഷ്യം വരികയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ മുസവ്വിരീൻ, തീർച്ചയായും ചിത്രം ഉണ്ടാക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായിരിക്കും, നിങ്ങളിത് സൃഷ്ടിക്കുക എങ്കിൽ നിങ്ങളിത് സൃഷ്ടിക്കുക, അവർക്കതിന് സാധിക്കുകയുമില്ല. നിങ്ങളിതിന് റൂഹൂതുക, അവർക്കതിന് സാധിക്കുകയുമില്ല. വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മലക്കുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഖൈറിൻ്റെയും റഹ്മത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാന്നിധ്യമാണെങ്കിൽ, മലക്കുകൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഷർറിന്റെ സാന്നിധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹ. വറൂഹ്, ആരാണ് റൂഹ്? റൂഹ് എന്നുള്ളത് സഹോദരങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശേഷിപ്പിക്കുന്ന പേരാണ് റൂഹ് എന്ന് പറയുന്നത്. തനസ്സലുൽ മലായിക, മലക്കുകൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രാധാന്യമാണ്, അഫ്ളലുൽ മലായികയാണ് റൂഹ് എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും സഹോദരങ്ങളെ ആ ദിവസം വരുന്നുണ്ട്. മിൻ കുല്ലി അംറിൻ, എല്ലാവിധ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. എല്ലാ നന്മകൾ കൊണ്ടാണ് മലക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. അവർ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാം നന്മയാണ്. ആ ദിവസത്തിൽ ഒരാൾക്ക് മുസീബത്ത് സംഭവിച്ചാൽ പോലും അതിൽ വലിയ ഷർറുണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയണം. ആ ദിവസത്തിൽ മുഴുവൻ നന്മയും ഖൈറുകളുമാണ് ഈ രാവുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സഹോദരങ്ങളെ പറയുന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമാണ്, ശാന്തിയാണുള്ളത്. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ പ്രഭാതോദയം വരെ, ഫജറിന്റെ സമയം വരെയും സമാധാനം ഉണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് സലാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സലാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, എല്ലാവിധ ആഫത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുന്ന സുരക്ഷയാണ്. ഏറ്റവും വലിയ ആഫത്ത് ഒരു മനുഷ്യന് സംഭവിക്കുന്ന തിന്മയാണ്. തിന്മകൾ ഏറ്റവും കുറയുന്ന രാവുകളായിരിക്കും. തിന്മകൾ ഏറ്റവും കുറയുന്ന രാവുകളായിരിക്കും. കാരണം ബഹുഭൂരിപക്ഷം ഒരു മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ഈ ഒരു ദിനരാത്രങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ നിലക്കുള്ള ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ചെയ്തിരിക്കുന്ന പല തിന്മകളിൽ നിന്ന് ഒഴിവാകാനും ചെയ്തിരിക്കുന്ന പല തിന്മകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടാനും തൗബ തേടാനും ഒക്കെ തുടങ്ങുന്ന സമയമായിരിക്കും. അതുകൊണ്ട് എല്ലാവിധ സലാമത്തും ഈ രാത്രിയിലുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്റിന്റെ സമയം വരെ. അപ്പോൾ അതിനൊരു ആരംഭ സമയമുണ്ട്, അത് ഗുറൂബ് ശംസോട് കൂടിയാണ്. സൂര്യാസ്തമയം മുതൽ രാവ് ആരംഭിക്കുമ്പോഴാണ് ലൈലത്തുൽ ഖദർ ആരംഭിക്കുന്നത്. അതിന്റെ അവസാന സമയം അത് തുലൂഉൽ ഫജ്റോട് കൂടിയാണ്, അഥവാ രാവ് അവസാനിക്കുന്നത് അത് ഫജ്റിന്റെ സമയമാവുന്നതോടു കൂടിയാണ്. അപ്പം അത്രയും മണിക്കൂറുകൾ മാത്രമാണ് ഒരാൾക്ക് സഹോദരങ്ങളെ ലഭിക്കുക. ഈ രാത്രിയിൽ പ്രത്യേകമായി ചില ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നമ്മൾ നിസ്കരിക്കുക എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദർ ഏതാണ് രാത്രി എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് അവസാനത്തെ 10 രാത്രി നിസ്കാരങ്ങൾ നമ്മൾ തീരെ ഒഴിവാക്കാതിരിക്കുക. കാരണം അതിന് പ്രത്യേകമായി വന്നിട്ടുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ നടത്തുക, ദിക്റുകൾ ചൊല്ലുക, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ ഇതെല്ലാം വർദ്ധിപ്പിക്കേണ്ടതായ രാവാണ് ലൈലത്തുൽ ഖദർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാവുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ വിളിച്ച് എന്ത് ചെയ്യുമായിരുന്നു, അവരെ ഇബാദത്തുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ്. അവരെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല, അവരെ എഴുന്നേൽപ്പിക്കും, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഈ രാവിന് വേണ്ടി ഒരുങ്ങിയത് എന്നുള്ളത് സഹോദരങ്ങളെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും കുടുംബവും ഈ രാവിലെ ഉറങ്ങുന്നവരാകുകയോ, നമ്മളും കുടുംബവും ഈ രാവിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ സാധാരണഗതിയിൽ സംസാരിച്ചിരുന്നു കൊണ്ട് നമ്മൾ അങ്ങനെ നേരത്തെ കിടന്നുറങ്ങി ഫജറിന് എഴുന്നേൽക്കുക, എത്ര വലിയ നഷ്ടമാണ് എത്രയോ ആളുകൾ സഹോദരങ്ങൾ ചെയ്തിരിക്കുന്നത്.
വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഈ രാവിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പകൽ അതിൻ്റെ അവസാനം വരെ തുലൂഉൽ ഫജ്ർ വരെ ഇബാദത്തുകൾ അർപ്പിക്കുക എന്നാണ്. കുറച്ച് നേരം ചെയ്ത് വേഗം പള്ളിയും പൂട്ടി പോകുക എന്നുള്ളതല്ല. പല മസ്ജിദുകളുടെയും അവസ്ഥ അതാണ്. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കും, എന്നിട്ട് അത് അവസാനിപ്പിക്കും. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയെ ഹയാത്താക്കിയിരുന്നു, മസ്ജിദിനെ ഹയാത്താക്കിയിരുന്നു. സഹാബികൾ പറഞ്ഞത് ഫജ്ർ ലഭിക്കുമോ അതോ അത്താഴം ലഭിക്കുമോ എന്ന് അവർ ഭയപ്പെടുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ രൂപത്തിൽ സാധിക്കുന്ന അത്ര ഓരോരുത്തർക്കും എത്രയാണോ സാധിക്കുന്നത് അത്രയും ഇബാദത്തുകൾ ചെയ്യുക. ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്, ഖുർആൻ ഓതാവുന്നതാണ്. ആ സമയത്ത് സഹോദരങ്ങളെ ഇബാദത്തുകളിൽ മുറുകെ പിടിക്കുക, ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, മത്ലഉൽ ഫജ്ർ വരെ സമാധാനം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറയുന്നത്. എന്നാൽ ലൈലത്തുൽ ഖദർ അത് ഇന്ന രാത്രിയിലാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഇന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അന്ന് പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട 2 ഫായിദകൾ പറയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഏതൊരു കാര്യം ഇല്ലെങ്കിലും അതിലെല്ലാം ഖൈറുണ്ടായിരിക്കും. കാരണം എന്തൊക്കെ ഖൈറുണ്ടോ അതൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ ഖൈറില്ല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ ലൈലത്തുൽ ഖദർ നമുക്കൊരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. അത് ഇന്ന് രാത്രിയാണെന്ന് അറിയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായതിനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം അത് റബ്ബ് സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്കാണ് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ്റെ ജീവിതം പൂർണ്ണമായി ത്യജിക്കാൻ തയ്യാറായവനെയും അതേപോലെ തന്നെ മടിയുള്ള ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നതാണ്. അവൻ 10 രാത്രി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല. അങ്ങനെ സാദിക്കായ സത്യസന്ധനായ ഒരുവനെയും മടിയനായ ഒരുവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കും. ആരാണ് അള്ളാഹ്ക്ക് വേണ്ടി ആ 10 രാത്രികളെ ഹയാത്താക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അത് നോക്കുന്നതായിരിക്കും. അതാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയാൻ, ലൈലത്തുൽ ഖദർ അതേത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണെന്ന് അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും വർഷം മുഴുവനും ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെടുമെന്നാണ്. കാരണം ഒരാൾക്ക് ആയുസ്സിന് വേണ്ടി ഒരുക്കി കൂട്ടാവുന്ന കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിലേക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണത്. ഒരാൾക്ക് ജീവിതത്തിൽ 83 വർഷം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ 83 വർഷം ജീവിച്ചാൽ 83 വർഷം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അതിൽ എത്ര വർഷം അവൻ ചെറിയ കുട്ടിയായിരിക്കും, 15 വയസ്സ് വരെയൊക്കെ അവൻ പ്രായപൂർത്തി എത്തിയിട്ടില്ല. ബാക്കിയുള്ള വർഷങ്ങൾ എടുത്തു നോക്കിയാൽ എത്ര മണിക്കൂർ അവൻ അതിൻ്റെ ഏതാണ്ട് 1/3 ഭാഗം അവൻ ഉറങ്ങായിരിക്കും. 90 വർഷം ഉണ്ടെങ്കിൽ ഏകദേശം 30 മണിക്കൂറിനടുത്ത് അവൻ ഉറക്കായിരിക്കും. എത്ര മണിക്കൂറുകൾ അവൻ മറ്റു പല കാര്യങ്ങൾക്ക് ചെയ്യും. ഇപ്പോൾ 83 വർഷം ജീവിച്ചാൽ പോലും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനു വേണ്ടി വേണ്ടത് രാത്രി മാത്രമാണ്, ഒരു രാത്രി മാത്രമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഞാൻ ഒരു വർഷം അത് ഏത് മാസമാണ് ഏത് ദിവസമാണെന്ന് അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരാൾക്ക് നഷ്ടമല്ല എന്നാണ്. കാരണം എല്ലാ രാത്രിയും അതിനുവേണ്ടി പരിശ്രമിച്ചാൽ പോലും നഷ്ടമല്ല. അപ്പോഴാണ് നമുക്കൊരു മാസം പോലും ഇല്ല. അപ്പോഴാണ് നമുക്കൊരു 10 ദിവസം മാത്രമാണ് സഹോദരങ്ങളെ ഉള്ളത്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ അമലുകൾ അത് വർദ്ധിക്കുന്നതിനുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. കാരണം 10 രാത്രി എന്ന് പറയുമ്പോൾ ഒരു രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ, പക്ഷെ അവർ 10 രാത്രി അമൽ ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മുമ്പ് മറ്റ് ദിവസങ്ങളിലോ മാസങ്ങളിലോ ഓതാത്തത്ര ഈ ഖുർആൻ പാരായണം നടത്തുന്നത് ഈ 10 രാവിലോ അല്ലെങ്കിൽ 10 ദിവസങ്ങളിലോ ആയിരിക്കും. മറ്റേത് ദിവസത്തിൽ നമ്മൾ ചെയ്യാത്തത്ര നിന്ന് നിസ്കരിക്കുന്നത് ഈ ദിവസങ്ങളിലായിരിക്കും. മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഖുർആൻ പാരായണമാകട്ടെ, ദുആയാകട്ടെ, ഇസ്തിഗ്ഫാർ ആകട്ടെ, ദിക്ർ ആകട്ടെ നമ്മൾ ചെയ്യുന്നത് ഈ ദിവസത്തിലായിരിക്കും. ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അമലുകൾ വർദ്ധിക്കാൻ വേണ്ടി അവൻ മറച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മറച്ചു വെച്ചിട്ടുള്ളതിൻ്റെ കാര്യം സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം. എന്നാൽ ചില ആളുകൾ അതിന് തയ്യാറല്ല എന്നാണ്. എന്നാൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി 21-ന്റെ രാവിന് പ്രത്യേകത ഉണ്ടെന്ന് അറിയിക്കുന്ന ഹദീസിൽ നമുക്ക് വന്നിട്ടുണ്ട്. വേറെ ചില ഹദീസിൽ 23-ന് പ്രത്യേകത ഉണ്ടെന്ന് അറിയിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ 25-ന് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. വേറെ ചിലതിൽ 27-നുണ്ട് എന്ന് അറിയിക്കുന്നതുണ്ട്, 29-നുണ്ട് എന്ന് അറിയിക്കുന്നതുണ്ട്. അപ്പോൾ ഒറ്റ രാവിലൊക്കെ മാറി മാറി വരാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു വർഷം 25-ന് വന്നാൽ അടുത്ത വർഷം അത് 27-നാകാം, അടുത്ത വർഷം 29-നാകാം. ഇത് മാറി മാറി വരാം എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓരോ ഈ പറയുന്ന ഒറ്റയുള്ള രാവിനും പ്രത്യേകത ഉള്ളതായി അറിയിക്കുന്നതായ ഹദീസുകൾ സഹോദരങ്ങളെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠത അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള രാവ് ഏതാണെന്ന് ചോദിച്ചാൽ പല ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടത് അല്ലെങ്കിൽ പല സ്വഹാബികളുടെ അഭിപ്രായം കൊണ്ട് സ്ഥിരപ്പെട്ടത് 27-ന്റെ അന്ന് രാത്രിയാണ്. 27-ന്റെ രാവിനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ പോലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഒരാൾ ആ രാവ് മാത്രം പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് ബാക്കിയുള്ള രാവുകൾ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടം അവനാണ്. ആ രാവിൽ വന്നിട്ടില്ല എങ്കിൽ
ബാക്കിയുള്ള രാവിൽ അത് ലൈലത്തുൽ ഖദർ വന്നേക്കാം. നഷ്ടം അവരാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും നഷ്ടമാണ്. ലൈലത്തുൽ ഖദർ അത് 27 തന്നെയാണ് എന്ന് വിചാരിക്കുക, ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന അമല് ഇവൻ നഷ്ടമാവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു മുഅ്മിന് ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അവൻ അറിയിക്കാതിരുന്ന കാര്യം തന്നെയാണ്. അഥവാ 10 രാവിലും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇബ്നു ഹുസൈം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ചില ആളുകൾ 27 അന്ന് ചില പ്രത്യേകത കണ്ടുകൊണ്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത് കാണാൻ സാധിക്കും. 27 അന്ന് ഉംറ ചെയ്യുക എന്ന ചില ആളുകൾക്ക് ചിന്തയുണ്ട്. പക്ഷെ അതൊരിക്കലും ശരിയല്ല, അത് ബിദ്അത്താണെന്നാണ് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും 27 അന്നിന്റെ രാവിലെ നിസ്കാരമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഇബാദത്തുകൾ പ്രത്യേകമായി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത്. ഇനി 27 രാവിലെ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടുന്ന് പ്രത്യേകമായി ഉംറ ചെയ്തിട്ടില്ല. അപ്പൊ ചില ആളുകൾ ഇന്ന് കാണുന്നത് പോലെ മക്കയിലൊക്കെ 27 രാവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഉംറക്ക് വരുന്നത് ആ ഒരു ദിവസത്തിലായിരിക്കും. അതിന് യാതൊരു തെളിവുമില്ല എന്നാണ്. 27 അന്നിന് ചെയ്യുന്നതിന് പ്രത്യേകമായി ഒന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അവൻ്റെ ഏത് ദിവസവും റമളാനിൽ ചെയ്യുന്ന ഏതൊരു ഉംറക്കും ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. റമളാനിൽ ചെയ്യുന്ന ഒരു ഉംറക്ക് തഅദിലു ഹജ്ജ, ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് 27 അന്നിന് പ്രത്യേകമായ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ രാവിലെ പ്രത്യേകമായി ഉംറക്ക് വേണ്ടിയല്ല, മറിച്ച് മാറിയിരുന്ന് നിസ്കരിക്കാനും ഓതാനും അതേപോലെ തന്നെ ദിക്റിനും ദുആഇനും ഒക്കെയാണ് മാറ്റിവെക്കേണ്ടത് എന്ന് സാന്ദർഭികമായി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാവ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നമ്മൾ തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ലൈലത്തുൽ ഖദറിൽ ജീവിക്കാനും അതുപോലെ സ്വർഗത്തിലേക്ക് എത്താനുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീക്കിന് വേണ്ടി നമ്മൾ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ലൈലത്തുൽ ഖദറുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ പാഴാകാത്ത രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സൂറത്തിന്റെ വിശദീകരണത്തോടെ അവസാനിക്കുകയാണ്. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.